ഈ ഓൺട്രപ്രണർഷിപ്പ് ചിലപ്പോൾ ചില വേദനകൾ തരും. ഉമാ സ്റ്റുഡിയോയിൽ നിന്നൊരു പയ്യൻ വീട്ടിൽ നിന്ന പയ്യനെ കാണാതെ പോയിട്ട് മസാർ അവനെ തല്ലിക്കൊന്ന് കളഞ്ഞൊന്ന് ആൾക്കാർ പറഞ്ഞു കൊടുത്തു. ഇല്ല, അത് ചില്ലറ അവിടെ ഒരുത്തനുണ്ടായിരുന്നു. അവൻ്റെ ഒരു ഭയങ്കര ഒരു അലവലാതിയായിരുന്നു. ഇയാൾ വിചാരിച്ചെന്താണെന്ന് പറഞ്ഞാൽ, ഇയാൾ എൻ്റെ അടുത്ത് വന്നിരുന്നും കൊണ്ട്, സാർ അവൻ്റെ അമ്മ വിചാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എന്തോ അപകടം പറ്റിയെന്നാണ്. അത് അവന് ഇങ്ങനെ ആളുകളെല്ലാം കൂടെ പറഞ്ഞിട്ട് അവരിങ്ങനെ സാർ അവനെ കൊന്നുകളഞ്ഞെന്നാണ് പറയുന്നത്. എന്നിട്ട് സാരമില്ല, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം, ഇറങ്ങണം, എണീക്കണമെന്ന് പറഞ്ഞു. ഇറക്കി വിട്ടു. പോയി അവിടെ മുക്കിൽ വന്നിട്ട് കണ്ണമൂല മുക്കിൽ വന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് അവിടെയുള്ളതെല്ലാം വിശ്വസിക്കുന്നത്, ഇങ്ങനെ കൊന്നു എന്നാണ് ആ പയ്യനെ. ഞങ്ങളെല്ലാവരും കൂടെ പുളിയറ കോണത്തിലുള്ളവരെല്ലാവരും കൂടെ ഇവിടെ വരാൻ പോവുകയാണ്, ഇതാണ് സത്യാഗ്രഹത്തിൽ ധർണ. ആ കടയിൽ നിന്ന് ചങ്ങടി കത്തി ഇതൊന്നും പാക്ക് വെട്ടുന്ന സാധനം എന്താണ് പച്ചത്തെറി വിളിച്ചിട്ട് ഇവിടെ എങ്ങനെ വന്ന് കാലിൻ്റെ മുട്ടടി പിടിക്കും. ഞങ്ങൾ വെട്ടിയെടുത്തോളേം കാല് ഒന്ന് വരെ വാ നീ. ഞാനന്ന് അവിടെ കോട്ടയത്ത് ഷൂട്ട് ചെയ്തുകൊണ്ട് ചെയ്യാം. സാറ് വിഷമിച്ച വല്ലാതെ? ഇല്ല, ഞാൻ പറയാം, വിഷമിക്കേണ്ട ആവശ്യം വന്നില്ല, സമയം കിട്ടില്ല വിഷമിക്കാൻ. കേട്ടാ, സിനിമയിൽ തിരക്കായിപ്പോയി. അല്ല, അതല്ല, ഇത് 7 ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഈ കണ്ടീഷൻ. ഇത് അപ്പോൾ അവരവിടെ നിന്ന് പോയി. അപ്പോൾ ഇവിടെ നമ്മുടെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. നമ്മൾ വിഷമിക്കേണ്ട, എനിക്ക് അവനെ അറിയാം, പാവമാണ് ചെറുക്കൻ. അവന് മീശബലം പിടിക്കാത്ത ചെറുക്കനാണ്. അവൻ എന്തോ ഒരു അഡ്വഞ്ചറിന് വേണ്ടി പോയതാണ് അവൻ. നിങ്ങളൊരു പണി ചെയ്താൽ മതി, അവിടെ ആ ഏരിയയിലുള്ള എഴുത്തുകളെല്ലാം കൊണ്ടു കൊടുക്കുന്ന പലവ്യഞ്ജന കടയിലാണ്, അവിടെ നോക്കിക്കൊണ്ട് ഇവൻ്റെ അമ്മയുടെ പേരിൽ എഴുത്ത് വരണുണ്ടോ നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ 3-ാം ദിവസം എഴുത്ത് വന്നു. എഴുത്ത് നോക്കിയപ്പോൾ കല്ലായാലും ചായക്കട നിൽക്കുകയാണ്. ഞാൻ അപ്പോൾ ഫോൺ ചെയ്ത് നമ്മുടെ പി വി ഗംഗാധരന്. പി വി ഗംഗാധരനെ പോലീസുമായിട്ട് അവിടെ പോയപ്പോൾ സിനിമ കാണാൻ പോയിരിക്കുക. അതാണ് ഇവൻ ഈ ഫ്രീഡവും സിനിമയും ഒക്കെയാണ് മനസ്സിൽ കിടന്നത്. അവിടെ അനൗൺസ് ചെയ്ത് സിനിമ തിയേറ്ററിൽ സിനിമ നിർത്തിയിട്ട് ഇവൻ തന്നെ വന്നു. ഞാനാണ് സാർ, ഇവൻ്റെ പേരും അനൗൺസ് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ ഇവൻ സിനിമ കണ്ടോണ്ടെന്ന് പറയുന്നത് എന്താണ് സാർ. അപ്പോഴാണ് ഇവനെ അറിയണത്, ഇവനെ കൊന്നു എന്ന് പറഞ്ഞു ഇവിടെ കഥ നടക്കണമെന്ന്. ശരി. അപ്പോൾ പോലീസുകാർ അവനെ കൊണ്ടുവന്ന് പറ്റി. ഞാൻ കോട്ടയത്താണ്, ഞാൻ സ്ഥലത്തില്ല, നേരെ കണ്ണമൂല കൊണ്ടുവന്നു. അപ്പോൾ അവളുടെ പറഞ്ഞു, അമ്മ ഞാൻ അറിഞ്ഞില്ലെങ്കിൽ അപ്പോൾ തന്നെ വരുമായിരുന്നില്ല, ഇങ്ങനെ ബഹളമാണെന്ന് അറിയാൻ പോകില്ലായിരുന്നു. കൊച്ചുചെറുക്കനാണ്, ഒരു 13-14 വയസ്സായിട്ടില്ല, മീശ വിളിച്ചിട്ടില്ല. അവനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനെ കിട്ടി. സത്യം പറഞ്ഞ പത്രങ്ങളിൽ പോലും അവിടെ എനിക്ക് എന്നെക്കുറിച്ച് വലിയ ബഹുമാനം തോന്നിയ ഒരു സമയമാണത്. ഇപ്പം എന്നറിയാം, ഇവരെ ഇത് കരുണാകരൻ്റെ അടുത്ത് പോയി, ഇങ്ങനെ കൊലപാതകം നടന്നിരിക്കുകയാണ്, ക്രൈം ബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞു. അതൊന്നും എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കരുണാകരനെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കണുണ്ടാവന്മാർ, സൂക്ഷിക്കണം, പാലക്കാട്ടൊരുത്തന്നെ ഇങ്ങനെ ചത്തു എന്ന് പറഞ്ഞിട്ട് അയാളെ കൊന്നവനെ ശിക്ഷിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം മാധവൻ തിരിച്ചു വന്നു. അങ്ങനെ സംഭവം പറഞ്ഞു, വളരെ സൂക്ഷിക്കണം, അത് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നങ്ങേര് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടുത്തെ മഞ്ഞപ്പത്രക്കാരനില്ല, അവരെടുത്ത് ഇതും കൊണ്ടുപോയിട്ട് അവർ എന്നെ ഫോൺ ചെയ്ത് പറയാണ്, സാർ ഇങ്ങനെ യവന്മാരിങ്ങനെ കൊലപാതകത്തിൻ്റെ കേസും പറഞ്ഞ് തനി നിർത്തി ഓഫീസിൽ തന്നെ വിളിച്ചു പറഞ്ഞു. സാധാരണ പത്രക്കാരെ അങ്ങനെ നമ്പാൻ പാടില്ലാത്തതാണ്. അവർ എന്നെ വിളിച്ച് പറയാണ്, സൂക്ഷിക്കണം, ഞങ്ങളിടില്ല, ഞങ്ങൾക്കറിയാം ഇത് ഫ്രോഡാണെന്ന്. ഒറ്റ മനുഷ്യനിട്ടിട്ടില്ല. ഇവൻ വന്നതിന് ശേഷമാണ് ഈ ന്യൂസൊക്കെ വരണത്. എന്തായാലും സാറിന് സമൂഹത്തിലുള്ളൊരു ഗുഡ് വില്ലാണത്. എന്താ കാരണത്താൽ ഇനിയിപ്പോൾ ഈ ഉള്ള സത്യം പറയാമല്ലോ, അവിടെയും ഇറ്റ് ഇസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഇല്ലെങ്കിൽ അവിടെ യൂണിയനെല്ലാം ഉണ്ടാക്കാൻ നിൽക്കുന്ന ഒരു കാലമായിരുന്നു. ഇന്ന് ഉമാ സ്റ്റുഡിയോ ലോക്കൗട്ടായിട്ട് കിടന്നിന്. അവിടെ ഏഷ്യാനെറ്റും ഉണ്ടാവില്ല, പെൻപോളും ഉണ്ടാവില്ല, ഞാൻ അണ്ടർഗ്രൗണ്ട് പോയനെ. സാറ് വല്ല കാവ്യ കൊടുത്ത് വല്ല കാശിയിലൊക്കെ പോയിട്ട് ആ സ്ഥലം നശിച്ചു പോയേനെ. ഇപ്പോൾ ആ സ്ഥലംകാരനായ ഏരിയ മുഴുവൻ നന്നായി. അതെ, 2 വലിയ പ്രധാനപ്പെട്ട സ്ഥാപനം, പെൻബോളും ഏഷ്യാനെറ്റും. അതെ. എന്തായാലും മധുസാറ് ഭാഗ്യമുള്ളവരാണ്. ഇല്ലെന്ന് ഞാൻ പറയണില്ല, ഒരുപാട് ഭാഗ്യമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വിവാദങ്ങളൊന്നും സാറിനെ സ്പർശിച്ചില്ല. സാധാരണ അല്പപ്രശസ്തിയുള്ളവരെ ഒന്ന് ചെറുതായിട്ട് ഞോണ്ടുക എന്നുള്ളത് പത്രക്കാരുടെ ഒരു കുസൃതിയാണ്. ആരും ചെയ്തില്ല. റിയലി ഐ ആം താങ്ക്ഫുൾ ടു എന്ന് പറഞ്ഞാൽ ഇത്രയും സ്നേഹം സത്യത്തിൽ പ്രതീക്ഷയില്ല. കൈ കിട്ടിയതല്ലേ. ഇയാളൊരു 10,000 rupees അയാളെ കൈ കൊടുത്തിരുന്ന ഇടപെടരുതെന്ന്.
ഇവൻ എന്നിട്ട് പോയിട്ട് ഇവൻ ഇങ്ങനെയാണ് അയാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞു നിങ്ങൾക്ക് ഇത്ര കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആടിനെ അവിടെ നിന്ന് 2 വാഴക്കൊലയെല്ലാം കൂടെ വെട്ടിക്കൊടുത്തിട്ട് എൻ്റെ അമ്മയുടെ ഈ ചെറുക്കൻ്റെ അമ്മ അത് വെട്ടി കൊടുത്ത് ആ കാശ് കൊണ്ടാണ് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തത്. ഇതിൽ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാം, അവിടെ അന്ന് ഇത് പഞ്ചായത്ത് റോഡാണ്. ഞാൻ അന്ന് നഹ മിനിസ്റ്ററായിരുന്നു, അദ്ദേഹത്തിൻ്റെ പുറകെയാണെന്ന് എനിക്ക് അബൂബക്കർ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കുറച്ച് നാൾ അതിൻ്റെ ചാർജ് എടുത്തപ്പോൾ അങ്ങേരെ കൊണ്ട് വല്ല വിധം ഇതിനെ PWD കൊണ്ട് എടുപ്പിച്ചു. അങ്ങനെ PWD റോഡാക്കി. ഇത് കഴിഞ്ഞ് കുറുപ്പിയേട്ടന് മിനിസ്റ്ററായാലേ, ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായി, അങ്ങേരെ പുറകെ നടന്നിട്ട് ബസ് വരുത്തി. പുളിയറക്കോടം ബസ് വന്നത് അങ്ങനെയാണ്. അങ്ങനെ PWD റോഡാക്കിയതും ബസ് വരുത്തിയതും നമ്മുടെ കാറിൻ്റെ ടയർ തേഞ്ഞിട്ടാണ്. ഈ കാറിൻ്റെ പുറകെ ഇവൻ കൊണ്ടുപോയി ഒട്ടിച്ചു. ഘാതകൻ മധുവിനെ അറസ്റ്റ് ചെയ്യുക, പോസ്റ്റ് ഒട്ടിച്ചു. പക്ഷേ പോസ്റ്റ് ഒട്ടിച്ച് റെപ്യൂട്ടേഷൻ ഓഫ് ചെറുക്കഞ്ഞ് വന്നു. ഈ പോസ്റ്റർ സാറ് കാണുന്നില്ല? അത് ഞാൻ കണ്ടില്ല, അവിടെ കണ്ടവർ പറഞ്ഞു. ഞാൻ ഇത്തവണ പോയപ്പോൾ ഈ പത്മശ്രീ കിട്ടിയപ്പോൾ അവരെന്നെ വിളിച്ചവിടെ ആദരിക്കാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു പത്മശ്രീക്ക് മുമ്പേ തന്നെ എനിക്ക് നല്ലൊരു ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്, അതെനിക്ക് കിട്ടിയത് ഈ പുള്ളിയുടെ കൊണ്ടുവന്നാണ്, ഘാതകൻ മധു. പിന്നീട് ഈ വിദ്വാനെ എവിടെയെങ്കിലും വെച്ച് കണ്ടോ? ഈ വിദ്വാനെ എവിടെയെങ്കിലും വെച്ച് കണ്ടോ? ഞാൻ കണ്ടില്ല. അവനോട് എന്നെ മുമ്പ് വരുവായിട്ട്. പിന്നെ ഞാനങ്ങോട്ട് അധികം പോയതുമില്ലല്ലോ. ഞാനിവിടെ പോയിട്ട് പിന്നെ അവിടെ റബ്ബറൊക്കെ വെച്ചു. ഇത് സംഭവിച്ചത് 83-ലാണ്. പിന്നെ ഞാൻ അത് വിൽക്കുന്നത് 93-ലാണ്.